കൽപ്പനയ്ക്ക് രൂപത്തിൽ മാത്രമല്ല കൽപ്പനയുടെ അഭിനയത്തിലും വലിയൊരു മാറ്റം സംഭവിച്ചു, രൂപപരിണാമം സംഭവിച്ചു, വലിയ അംഗീകാരം. ഒരുപക്ഷെ കൽപ്പനയുടെ അഭിനയകാംക്ഷികൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അംഗീകാരത്തിന് അമ്മ പോലും വിചാരിച്ചിട്ടുണ്ടാവും. ആരും വിചാരിച്ചിട്ടില്ല, ഞാനേ വിചാരിച്ചില്ല, ഇല്ല ഞാനേ വിചാരിച്ചിട്ടില്ല. കാരണം നമുക്ക് മുൻപൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഞാൻ തന്നെയാണോ ഈ അവാർഡിന് പാത്രമായെന്ന് വിളിച്ച് ചോദിച്ചു. ഞാൻ അത് അങ്ങയോട് പറഞ്ഞില്ലേ, ഞാൻ എന്നെ ഒരു ചാനലിൽ നിന്നാണ് വിളിച്ച് പറയണേ. ഉച്ചയ്ക്ക് ഞാൻ മറ്റൊരു ചാനലിലെ ഷൂട്ടിലിരിക്കുമ്പോൾ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. പറഞ്ഞു പിന്നെ സ്ക്രോള് പോകുന്ന കാണുന്നില്ലേ, ചേച്ചിക്ക് നാഷണൽ അവാർഡൊന്ന്. ഞാൻ പറഞ്ഞു അയ്യോ എനിക്കായിരിക്കത്തില്ല, ശരിക്കും നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. ഇല്ല ചേച്ചിക്ക് അവാർഡ്. ഞാൻ പറഞ്ഞു ചുമ്മാ മോനെ. ഞാൻ കേട്ടത് കൽപ്പന ആ വാർത്ത അറിഞ്ഞപ്പോൾ നേരെ കലണ്ടർ തുറന്നിട്ട് ഏപ്രിൽ 1 നോക്കി. തീർച്ചയായിട്ടും നോക്കിയേനെ. ആ ഒരു സിറ്റുവേഷൻ എൻ്റെ വീടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചില്ല. കലണ്ടർ കയ്യിലില്ലാത്തതുകൊണ്ട് നോക്കിയില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ എൻ്റെ ഒരു കസിൻ മിസ്റ്റർ മനോജ് മേനോൻ വിളിച്ചാ പറഞ്ഞു ചേച്ചിക്ക് നാഷണൽ അവാർഡ്, സഹനടിക്കുള്ള അവാർഡ് ചേച്ചിക്കാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. ഇപ്പം നേരത്തേക്ക് ഇറങ്ങിയോ? ഞാനോ? ഞാൻ മുമ്പേ ഈ ലെവലിൽ തന്നെ നിന്ന ആളല്ലേ. ഈ അവാർഡൊക്കെ ഉണ്ട് ആൾക്കാരെങ്കിലും പൊങ്ങി അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു, ആകെ കൂടി ഒരു വല്ലാത്തൊരു ഒരിക്കലും ഇല്ല വിട്ടാച്ചി. അത് ആ ഒരു നില ഞാൻ ഇന്നും എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങേക്ക് അറിയാമോ, പ്രസിഡന്റിന്റെ നിന്ന് വാങ്ങിക്കുന്ന അവാർഡ് ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ ഇനിയും വെച്ചിട്ടില്ല. അവാർഡ് അവിടെ ഇരിക്കുക, ഫോട്ടോയും ചെറിയ ഫോട്ടോസ് അവർ ഡൽഹിയിൽ തന്നിരുന്നു. ഒരു അംഗീകാരത്തിനും കൽപ്പനയെ സ്വാധീനിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല വിട്ടാജി. എന്നെ സ്വാധീനിക്കാം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് എപ്പോഴും വരുന്ന മൊത്തം. അതൊക്കെ അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും അമിതമായ മോഹങ്ങളും ഉള്ള ആളല്ല ഞാൻ, ഒന്നും കണ്ട് ഭ്രമിക്കുന്ന ആളുമല്ല ഞാൻ. അങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു, പക്ഷേ ഇത് കൽപ്പനയാന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് അറിയാവുന്നത്. ബിട്ടാജി അറിയാതെ പോയി തെറ്റായി പോയത്. കാരണം ബിട്ടാജി പണ്ടേ എങ്ങനെ കേട്ടോ അമിതമായി ഒരു മോഹമൊക്കെ ഉള്ള പ്രായം ഉണ്ടല്ലോ നമുക്ക്, യങ് ഏജിൽ ടീനേജ് ആയി. ഇപ്പൊ ഇവരുടെയൊക്കെ പ്രായത്തിൽ നായികയായിട്ട് വരണം. ഇപ്പം 10-18 എത്രയായി? 18 ഇന്നലെ ആയിരുന്നു എൻ്റെ പിറന്നാൾ. സത്യം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു. സ്റ്റാർ വൈസ് കൽപ്പനയുടെ കണ്ണ് നിറഞ്ഞോ? സെന്റിമെന്റ് സീനൊക്കെ കാണുമ്പം വരും, അല്ലാതെ ഞാൻ പെട്ടെന്ന് കരയുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇത്തരം സീനൊക്കെ വരുമ്പോൾ എനിക്ക് സങ്കടം വരും. ഇത് അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു? അഭിനയിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു വിട്ടാസി. കാരണം എനിക്കറിയാമല്ലോ ഈ അന്തർജനോമ്മി റസിയെ എനിക്ക് അറിയാം 5-6 വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അടുപ്പവും ആ അമ്മൂമ്മയെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. എൻ്റെ അമ്മൂമ്മയുടെ പ്രായമുണ്ട് അമ്മ. അപ്പോൾ അവരുടെ ഒരു ജീവിതമൊക്കെ നോക്കിയിട്ട് അതുമായിട്ട് അഭിനയിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. 3 പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു കൽപ്പനയ്ക്ക് ഒരു നടി എന്ന നിലയിൽ ഒരു അംഗീകാരം സിദ്ധിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എന്താണ് കൽപ്പന ആ ഒരു മേമ്പടി, ഒരു മസാല, മലയാള സിനിമയ്ക്ക് ചിരിക്കണം കുറച്ചു നേരം വരട്ടെ കൽപ്പന. അതിൽ നിന്ന് കൽപ്പനയ്ക്ക് പ്രായപൂർത്തിയായി, തീർച്ചയായിട്ടും കൽപ്പനയും ഒരു നടിയായി എന്ന് മലയാളി മാത്രമല്ല ദേശീയ പുരസ്കാര സമിതി അംഗീകരിച്ചു. അതൊരു പക്ഷേ ഒരു അഭിനേതാവിനോ അല്ലെങ്കിൽ അഭിനേത്രിക്കും കിട്ടാത്ത വേറൊരു സിദ്ധി ഉണ്ടായി. എന്താ കാരണം വെച്ചാൽ താൻ അനുഭവിച്ച അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ ഒരു ജീവിത മുഹൂർത്തത്തെ സിനിമയാക്കിയപ്പോൾ അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇവിടെ ഞാൻ കട്ടുപറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്, നോക്കിക്കോളൂ. റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിക്കാനായി പോയ ചെല്ലമ്മ അന്തർജനത്തിനെ ട്രാക്കിൽ നിന്ന് കൈപിടിച്ച് സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവന്ന റസിയ ബേബിയുടെ കഥ ഞാൻ അറിയുന്നത് പത്രവാർത്തയിൽ കൂടിയാണ്. ഈ വാർത്ത നേരത്തെ അറിഞ്ഞ കൽപ്പന അവർക്ക് ധനസഹായം ചെയ്യുന്നുണ്ട് എന്ന് പത്രത്തിലെ ന്യൂസിലുണ്ടായിരുന്നു. ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൽപ്പനയോട് പറഞ്ഞു കൽപ്പനയാണ് ഈ റസിയ ബേബിയുടെ വേഷം ചെയ്യുന്നതെന്ന്. അപ്പോൾ കൽപ്പന എന്നോട് പറഞ്ഞ മറുപടി, ബാബുജി ഞാൻ തന്നെ വേണോ, ഇത് വേറെ ആരെങ്കിലും ചെയ്താൽ പോരായോ, എൻ്റെ സഹോദരി ഊർവശിയല്ല ഇച്ചിരിയുടെ ഭേദം. അപ്പം ഞാൻ കൽപ്പനയോട് പറഞ്ഞു കൽപ്പന ഇതാണ് എൻ്റെ നിയോഗം. പറഞ്ഞത് സത്യമാണ് കുട്ടാജി. കാരണം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഉർവശിയെ നായികയാക്കാനാണ് പറഞ്ഞത്. ഡിസ്ട്രിബ്യൂഷനാവും, എപ്പോഴേ പടം റിലീസായി എന്നെ ഉർവശി അഭിനയിച്ചിരുന്നെങ്കിൽ. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു നന്മ കൽപ്പനയ്ക്ക് ചെയ്യാമെങ്കിൽ കൽപ്പന മതി റസിയ ബീവി എന്നാണ് പറഞ്ഞത്. തോന്നുന്നു എന്ന് വെച്ചാൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമുക്ക് കിട്ടാത്ത ക്ലാസ്സിലൊരു ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, പക്ഷേ ഒരു റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നുണ്ട്. സംസ്ഥാന സമിതികളൊന്നും ഇതൊന്നും കണക്കിലെടുത്തേയില്ല, സംസ്ഥാന അവാർഡ് സമിതി. എനിക്കൊന്ന് കണ്ടിട്ടുണ്ടോയെന്ന് തന്നെ സംശയമുണ്ട് ബിട്ടാസ് സ്റ്റീഫിൽ. അവർ കണ്ടിട്ടുണ്ടോയെന്ന് തന്നെ സംശയമുണ്ട്. പടത്തിന് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം ഒരു അന്തർജനത്തിനെ പോലെ ഒരു അമ്മ, ഒരു മുസ്ലിം സ്ത്രീ ഇത്ര വർഷമായി സംരക്ഷിക്കുന്ന ആ ഒരു മാറ്റർ സ്വദേശ ചിത്രം എന്നുള്ള കിട്ടിയാൽ മതിയായിരുന്നു.
പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നന്നായി വിട്ടാസി, അതുകൊണ്ട് നന്നായി. നമ്മുടെ സംസ്ഥാന പുരസ്കാര സമിതികളൊക്കെ ഇതുപോലെ ഗൗരവത്തോടെ സിനിമകളെ വീക്ഷിക്കുന്നില്ലല്ലേ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിട്ടാസി, നമ്മളിപ്പോൾ അവാർഡ് കിട്ടുന്നവർക്കൊക്കെ അതാണ് വലുത്. നമ്മൾ ഈ സിനിമകളെല്ലാം കാണുന്നില്ലല്ലോ. ഇപ്പം ഇന്ന ആളിന് കിട്ടി അവാർഡ്, അപ്പോൾ അവരായിരിക്കും ഈ കൂടുതൽ ബെറ്റർ ചെയ്തു എന്നായിരിക്കും നമ്മൾ ധരിക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ അതിലും ബെറ്റർ ആയിട്ടുള്ളവർ കാണും. ഞാൻ പറഞ്ഞല്ലോ മനോജിൻ്റെ ആ ക്യാരക്ടർ അർദ്ധനാരീശ്വരിൽ, മനോജിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടേണ്ടതായിരുന്നു. അത് അത്തരം ക്യാരക്ടർ നമ്മുടെ ലൈഫിൽ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. അത് അതിമനോഹരമായി മനോജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷെ ആരെ പഴിക്കാനും ആരോടും പരിഭവത്തിനോ പരാതിക്കോ കൽപ്പനയില്ല. ഒരിക്കലും ഇല്ല വിട്ടാച്ചി. ഞാൻ പറയില്ല, എൻ്റെ ലൈഫിൽ എല്ലാം അപ്രതീക്ഷിതമായിട്ട് നടന്ന കാര്യങ്ങൾ. ഞാൻ ഈശ്വരവിശ്വാസിയാണ്. ഞാൻ പറയില്ലേ, നമുക്ക് ഈശ്വരനറിയാം എപ്പോൾ ഇത് ചെയ്യണം എന്നുള്ള ദൈവത്തിന് അറിയാമായിരിക്കും. തനിച്ചല്ല ഞാൻ എന്നുള്ളത് ഒരു പക്ഷേ കൽപ്പനയുടെ ജീവിതത്തിൽ ഒരു ഫിലോസഫി ആയിരിക്കും. തീർച്ചയായിട്ടും തനിച്ചല്ല. ആ സിനിമ ഒരു പക്ഷേ കൽപ്പനയുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വേണമെങ്കിൽ സൃഷ്ടിച്ചേക്കാം. ആണ് തീർച്ചയായിട്ടും. എങ്ങനെയാണ് മറ്റുള്ളവരെ നോക്കിക്കാണേണ്ടത്? അതെ അല്ലേ? സ്വഭാവത്തിൽ മാറ്റം വന്നോ? സ്വഭാവത്തിൽ മാറ്റമില്ല ബിരാജി. ഞാൻ ബേസിക് എൻ്റെ സ്വഭാവം ഇതാണ് വർഷങ്ങളായി. നല്ല സ്വഭാവമാണോ? എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഒരുപക്ഷെ നല്ല സ്വഭാവമായിരിക്കും. എല്ലാവർക്കും ഞാനുമായിട്ട് ഭയങ്കര അടുപ്പമാണ് എല്ലാവർക്കും. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ തല്ലുകൊള്ളിയാണ്. ഇത് പൊട്ട സ്വഭാവമാണെന്നുള്ള ആരും പറഞ്ഞു ഇല്ല, പൊട്ട സ്വഭാവം പറഞ്ഞില്ല. കാരണം വീട്ടിൽ തല്ലുകൊള്ളിയാണ്. വീട്ടിലെ തല്ലുകൊള്ളി ഒരുപക്ഷെ നാട്ടിൽ നല്ല വ്യക്തിയാകും എന്നുള്ളത് തെളിഞ്ഞ എൻ്റെ ലൈഫിലൂടെയാണ്. വീട്ടിൽ ഭയങ്കര പ്രശ്നക്കാരിയാണ് ഞാൻ എന്നുള്ളതാണ്. കൊച്ചിലെ മുതൽ അച്ഛൻ്റെ എന്നും. പക്ഷെ ജനങ്ങളുടെ ഇറങ്ങി അന്നും ഇന്നും ഏകദേശം അത് തന്നെ കേട്ടോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ മോഡവായിരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തായാലും എല്ലാവരും എൻ്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇരിക്കുന്ന അത്രയും നേരം ആ ഏരിയ പോസിറ്റീവായിട്ടിരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മളെ കൊണ്ട് വേറെ ആൾക്കൊരു സന്തോഷം ഉണ്ടാകണം. തീർച്ചയായിട്ടും. എൻ്റെ മനസ്സിൽ ദുഃഖം ഉണ്ടെങ്കിലും മറ്റൊരാളുടെ മുമ്പിൽ അത് കാണിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കൽപ്പനയ്ക്ക് ഇഷ്ടമല്ല. തനിച്ച് പൊതുവേ ഇരിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തനിച്ച് കുറച്ച് നേരം ഇരിക്കണമെന്ന് നമുക്ക് തോന്നും.